ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് വിപ്ഡ് ബാക്ക് സ്റ്റിച്ചാണ്. അതായത് ബാക്ക് സ്റ്റിച്ചും അതിൻ്റെ കൂടെ അത് നമ്മൾ വിപ്ഡ് ബാക്ക് സ്റ്റിച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിലും അതിൻ്റെ മുൻപത്തെ ക്ലാസ്സിൽ ബാക്ക് സ്റ്റിച്ച്, വിപ്ഡ് ബാക്ക് സ്റ്റിച്ച്, അങ്ങനെ ബാക്ക് സ്റ്റിച്ചുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റിച്ചുകളാണ് നമ്മൾ ചെയ്തത്. ആദ്യം നമ്മളത് സ്റ്റിച്ച് ബോർഡിൽ ചെയ്തു, അതിനുശേഷം നമ്മളതൊരു മോട്ടീഫിലേക്ക് ചെയ്തു. നിങ്ങൾ ഈ ചെയ്യുന്ന വർക്കൊക്കെ ഒരു റെക്കോർഡായിട്ട് സൂക്ഷിച്ച് വെക്കണം. അങ്ങനെ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കും നമുക്കൊരു റെഫറൻസ് ആണ്. നമുക്കത് കാണുമ്പോൾ ഒരു കോൺഫിഡൻസ് ലെവൽ തന്നെ വേറെ തന്നെ ആയിരിക്കും കേട്ടോ. നമ്മൾ ആ ഒരു റെഫറൻസോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു വർക്കോ കണ്ടിട്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് അതേപോലെയുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ ക്ലാസ്സിലും പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്ന വർക്കുകളും കാര്യങ്ങളെല്ലാം തന്നെ നല്ല സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കുക. താല്പര്യമുള്ളവരെല്ലാവരും നന്നായിട്ട് ചെയ്ത് നോക്കാം. 1-2 തവണ, ഇനിയിപ്പോൾ തീരെ നമുക്ക് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാൻ അറിയാത്തവരൊക്കെ ആണെങ്കിൽ 1-2 തവണയൊക്കെയുള്ളൂ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ ഇല്ലാത്തതുപോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. 1-2 തവണ നമ്മളത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് എല്ലാവർക്കും തന്നെ ചെയ്യാനായിട്ട് പറ്റൂ കേട്ടോ. അല്ലാതെ നമ്മൾ ഒരു തവണ ചെയ്തിട്ട് അത് റെഡി ആവുന്നില്ല എന്ന് വിചാരിച്ച് അത് മാറ്റി വെക്കരുത്. 1-2 തവണ അല്ലെങ്കിൽ അതിൽ കൂടുതൽ തവണ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കി നല്ല രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഹാൻഡ് എംബ്രോയ്ഡറിൻ്റെ കേസിലും അല്ലാത്ത എന്ത് തന്നെ ആണെങ്കിലും അങ്ങനെയാണ് വരിക അല്ലേ. നമ്മൾ കഴിയില്ല എന്ന് വിചാരിച്ച് മാറ്റിവെച്ച കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് എന്തായാലും ചെയ്ത് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ് വരുന്നത്. പറ്റുന്നില്ല അല്ലെങ്കിൽ നീറ്റല്ല, ചെയ്യുന്നത് ഒരു ഭംഗി തോന്നുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യാം. പറ്റുന്നില്ല എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കരുത്. വീണ്ടും വീണ്ടും ചെയ്ത് നോക്കുക. ഇതേപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു ഡിസൈൻ വരച്ചിട്ടോ പഴയ ഏതെങ്കിലും ക്ലോത്ത് എടുത്തിട്ടോ ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. തീരെ അറിയാത്തവരുടെ കേസാട്ടോ ഞാൻ പറയുന്നത്. തീരെ അറിയാത്തവരാണെങ്കിൽ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതുവരെ ചെയ്തിട്ടില്ല, ചെയ്താൽ നന്നാവോ എന്നറിയില്ല, അങ്ങനെയുള്ള പല ഡൗട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ചെയ്ത് നോക്കുക. ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ, നമുക്ക് ഹാൻഡ് എംബ്രോയ്ഡറിനോടും അതേപോലെ ആരി വർക്കൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ഓരോ വീഡിയോസ് ആയാലും ഓരോ ക്ലാസ് ആയാലും ഒക്കെ നമ്മൾ കാണുന്നതാണ്. ഇത് എങ്ങനെയാണ് ചെയ്യുക, എങ്ങനെ എത്ര ഭംഗിയിൽ ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് മാത്രമേ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇതൊക്കെ അതുപോലെ തന്നെയാണ് വരിക. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ തന്നെ ബാക്ക് സ്റ്റിച്ചിൻ്റെ ഒരു വേരിയൻ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിലും അതിൻ്റെ മുൻപത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ബേസ് ആയിട്ട് വരുന്ന സ്റ്റിച്ചുകളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലും നമ്മളിതുപോലെ ബാക്ക് സ്റ്റിച്ചിൻ്റെ ഒരു വേരിയൻ്റ് ആയിട്ടുള്ള ഇന്റർലേസ്ഡ് ബാക്ക് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റിച്ച് ബോർഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതിലൊരു ലൈന് കൊടുക്കുന്നുണ്ട് കേട്ടോ, സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു സ്റ്റിച്ച് നമുക്ക് ഔട്ട്ലൈൻ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചല്ല, പക്ഷെ നമുക്കൊരു സ്ലീവ് എൻഡ് അതേപോലെയുള്ള ചെറിയ സിമ്പിളായിട്ട് സ്ലീവിൻ്റെ എൻഡ് പോർഷനിലൊക്കെ നമുക്ക് ഒരു ചെറിയൊരു വർക്ക് മതി എന്നൊക്കെ തോന്നുന്ന കേസ് ഉണ്ടാവുമല്ലോ. ഒരു കോട്ടൺ കുർത്തീസൊക്കെ അതിലൊക്കെ സിമ്പിളായിട്ടുള്ള ഒരു വർക്ക് മതി എന്നൊക്കെ തോന്നുന്ന കേസിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് ഇത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ലെയർ ത്രെഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ നോർമൽ ബാക്ക് സ്റ്റിച്ചാണ് നമ്മൾ ഫസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് നമ്മളൊരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക. ഈ ഒരു ലൈന് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ബാക്ക് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു രീതിക്ക് നമ്മളിത് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു ലൈൻ ഫുള്ളായിട്ട് നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാണ് കേട്ടോ.
നമ്മളിത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കെട്ടിട്ട് അവസാനിപ്പിക്കാം കേട്ടോ. നമ്മൾ ബാക്ക് സ്റ്റിച്ച് ഇത് മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് ആണ് ഇനി നമ്മൾ അടുത്തത് എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വേറെ കളർ ത്രെഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് നമ്മൾ സൂചി കുത്തി മുകളിലേക്ക് എടുക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ സൂചി കോർത്തെടുക്കുന്നത്. ഈ ഒരു രീതിക്ക് കേട്ടോ. ഫസ്റ്റത്തെ സ്റ്റിച്ചിലല്ല, രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ കോർത്തെടുക്കുന്നത്. ഈ ഒരു രീതിയിലാട്ടോ. ഇങ്ങനെ കോർത്തെടുത്തതിന് ശേഷം ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ നമ്മൾ വീണ്ടും കോർത്ത് ഒരു ലൂപ്പ് പോലെ നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിക്ക് കേട്ടോ. മനസ്സിലായോ? അതായത് ആദ്യത്തെ സ്റ്റിച്ച് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ കോർത്ത് ആദ്യത്തെ സ്റ്റിച്ചിനുള്ളിലൂടെ വീണ്ടും കോർത്തെടുക്കുക. ഈ ഒരു രീതിയിൽ അധികം വലിച്ച് ടൈറ്റ് ആക്കരുത്. ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരുന്ന രീതിയിലാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുക്കുന്നത്. തുണിയിൽ തട്ടരുത്. ഈ ഒരു രീതിക്ക് ഇങ്ങനെയാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത്. അത് കാണിച്ചു തരാം. തുണിയിൽ തട്ടാതെ ആ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ മാത്രം നമ്മൾ കോർത്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു രീതിയിലാണ് വരുന്നത്. ഈ ഒരു രീതിക്ക് നമുക്കിത് മുഴുവനും ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു രീതിക്ക് നമുക്കിത് കംപ്ലീറ്റ് ചെയ്തെടുക്കാവേ. ഈ ഒരു രീതിക്കാണ് നമ്മളിത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഇത് നമ്മൾ എങ്ങനെയാണ് കെട്ടിട്ട് നിർത്തുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇതേപോലെ തന്നെ ലാസ്റ്റ് സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ സൂചി കുത്തി ഇറക്കുക ചെയ്യുന്നത്. അധികം വലിക്കരുത് കേട്ടോ. അധികം വലിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം നമ്മൾ ക്ലോത്തിൽ നമ്മൾ തീരെ ഇത് ചെയ്യുന്നില്ല. അതൊക്കെ നമ്മൾ ഈ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുത്തതാണ്. അതുകൊണ്ട് അധികം വലിക്കരുത്. വലിക്കാതെ തന്നെ മെല്ലെ ഇതിൻ്റെ ഉള്ളിലൂടെ കെട്ടിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് അവസാനിപ്പിക്കുക കേട്ടോ. ഒന്ന് സൂചി കോർത്തെടുത്ത് കെട്ടിട്ട് നിർത്തിയാൽ മതി. അധികം വലിച്ച് ശക്തിയിൽ വലിച്ചെടുക്കരുത്. ഈ ഒരു രീതിയിൽ കെട്ടിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് മോട്ടിഫിലേക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാവേ. ഈ ഒരു ചിത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. മോട്ടിഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് ഫ്രെയിമിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ക്ലോത്ത് ഫ്രെയിമിൽ വെച്ച് നല്ല ടൈറ്റ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം.
നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് ഈ പിക്ചർ ഫുള്ളും ബാക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാം കേട്ടോ. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് തുണി ലൂസാവാനും തോന്നുകയാണെങ്കിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കാനുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻ്റർലൈസ്ഡ് ബാക്ക് സ്റ്റിച്ച് ആക്കിയിട്ട് നമുക്ക് ഈ ഒരു പിക്ചർ മാറ്റിയെടുക്കാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മുടെ സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്തായിട്ട്. അതിനുശേഷം ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ആട്ടോ ഞാൻ എടുക്കുന്നത്. രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ക്ലോത്തിൽ തട്ടാത്ത രീതിയിൽ ഇനി നൂല് കോർത്തെടുക്കാം കേട്ടോ. എന്നിട്ട് ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ വീണ്ടും നമ്മൾ നൂല് കോർത്തെടുക്കുന്നുണ്ട്, ഈ ഒരു ടൈപ്പ്.
ഈ ഒരു രീതിക്ക് നമ്മളത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. തുണിയിലും അതേപോലെ ബാക്കിയുള്ള നൂലിനുള്ളിലൊന്നും കോർത്ത് പോകുന്ന രീതിയിൽ തട്ടാതെ, കോർത്ത് പോവാതെ നല്ല ശ്രദ്ധിച്ചിട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ഈ ബാക്ക് സ്റ്റിച്ച് ചെറിയ ചെറിയ സ്റ്റിച്ചുകളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിത് ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ. ഈ ഒരു രീതിക്ക് കേട്ടോ ചെയ്ത് അധികം വലിക്കരുത്. അധികം വലിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിസൈൻ ഒരു കറക്റ്റ് നമുക്ക് ഡിസൈൻ കിട്ടില്ല. ഒരു സ്റ്റിച്ച് കറക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെ സാവധാനം ചെയ്തെടുക്കണം കേട്ടോ. വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണണേ. ഓരോ തവണ കോർത്തെടുക്കുമ്പോഴും വളരെ സാവധാനത്തിൽ കോർത്തെടുക്കുക കേട്ടോ. എന്നാലേ നമുക്ക് ആ ഒരു സ്റ്റിച്ച് അതിൻ്റേതായിട്ടുള്ള ആ ഒരു കറക്റ്റ് ആ ഒരു ഭംഗിയിൽ കിട്ടുള്ളൂ. ഇതിലെല്ലാം ഒരേപോലെ ഒരേ രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് വലിച്ചു പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് വളരെ സാവധാനത്തിൽ നല്ല ശ്രദ്ധിച്ച്, തിരക്ക് പിടിച്ച് ചെയ്യരുത് കേട്ടോ. വളരെ ശ്രദ്ധിച്ച് സാവധാനത്തിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ടാട്ടോ ഇത്രയും സ്ലോ ആയിട്ട് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. നമുക്കിത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഈ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് ഒരേ രീതിയിൽ ഒരേ സൈസിലൊക്കെ വരുന്ന പോലെ നമ്മൾ നല്ല അടിപൊളിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഭാഗം കൂടി നമുക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് നട സ്റ്റാർട്ട് ചെയ്യുന്നത്
അങ്ങനെ നമ്മുടെ ഇന്റർലൈസ്ഡ് ബാക്ക് സ്റ്റിച്ചിന്റെ മോട്ടീഫ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഭാഗങ്ങളിൽ ഞാൻ ബാക്ക് സ്റ്റിച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു സ്റ്റിച്ച് കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്ര ഭംഗി ഉണ്ടാവും എനിക്ക് തോന്നാത്തതുകൊണ്ടാട്ടോ ഞാനിത് മുഴുവനായിട്ട് ചെയ്യാത്തത്. അപ്പോൾ ബാക്കിയൊക്കെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നല്ല നീറ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഈ ഒരു രീതിക്ക് നമ്മളിത് ചെയ്തെടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇതായി ഒരു രീതിക്കായിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഇപ്പോൾ ഈ ഒരു ഡിസൈൻ എനിക്ക് കണ്ടപ്പം ചെറിയ കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ നമുക്ക് കോട്ടൻ്റെ ഒക്കെ ഡ്രസ്സ് ഉണ്ടാവല്ലോ, അപ്പോൾ വൈറ്റ് ഫ്രോക്ക് അങ്ങനത്തെ ലൈറ്റ് കളർ ഡ്രസ്സിലൊക്കെ നമുക്ക് ഇതേപോലുള്ള ചെറിയ ചെറിയ പാറ്റേണൊക്കെ ഈ ഒരു ഡിസൈനൊക്കെ ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഇതേപോലുള്ള ചെറിയ ചെറിയ ക്യൂട്ടായിട്ടുള്ള ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് ഇങ്ങനെയുള്ള ഡിസൈനൊക്കെ യൂസ് ചെയ്ത് നമ്മൾ വലിയ ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമല്ല, പക്ഷെ നല്ല ക്യൂട്ടായിട്ട് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പം ഈ ഒരു ചിത്രമാണ് ഇന്ന് നമ്മൾ ഈ ഒരു മോട്ടീഫാണ് ഇന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇൻ്റർലേസ്ഡ് ബാക്ക് സ്റ്റിച്ചിൻ്റെ ഞാനിതൊന്ന് ഫ്രെയിമിൽ നിന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ കുറച്ച് നീറ്റായിട്ട് ഇരിക്കും കേട്ടോ. ഞാൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഇൻ്റർലേസ്ഡ് ബാക്ക് സ്റ്റിച്ചിൻ്റെ മോട്ടീഫ് ഞാൻ റെക്കോർഡിൽ ചെയ്തിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാമേ. ഇതാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഈ ഒരു ചിത്രമാണ്, ഈ ഒരു മോട്ടീഫാണ് ഞാൻ ചെയ്തത് ബാക്ക് ഇൻ്റർലേസ്ഡിൽ. അതിനേക്കാളും നല്ല അടിപൊളിയായിട്ടാണ് എനിക്ക് ഈ ഒരു പിക്ചർ തോന്നുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടമായതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ രണ്ട് ചിത്രവും തമ്മിൽ ഏതാണ് കുറച്ചുകൂടി ഭംഗിയുള്ളതെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഡൗട്ട്സോ എന്തുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിൽ പറയാം കേട്ടോ. ഇനി ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിൽ പറയാം. നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ എനിക്കറിയുള്ളൂ. അപ്പം എന്തുണ്ടെങ്കിലും നിങ്ങൾ എന്തായാലും കമൻറ്റിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം. ബെല്ലൈക്കൺ അമർത്തുക. ഇനിയുള്ള ക്ലാസ്സുകളും ഇതുപോലുള്ള എല്ലാ ക്ലാസ്സുകളും ഇതിന് മുൻപ് ഞാൻ ഒരുപാട് ക്ലാസ്സും കാര്യങ്ങളും സ്റ്റിച്ചിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ എല്ലാം കാണാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു.